മാംഗല്യസൂത്രം ഭാഗം 2. അവളുടെ സമ്മതം കിട്ടിയതും അവൻ അവളെ ഇറുകെ പുണർന്നു. ശേഷം അവളുടെ നെറ്റിയിലും ഇരുകണ്ണിലും മൂക്കിൻ തുമ്പിലും ചുംബിച്ചു. പിന്നീട് അവളുടെ അധരങ്ങൾ കവർന്നു. മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു. ദീർഘചുംബനം. ഇടയ്ക്ക് അവളും അവനെ തിരിച്ചു ചുംബിച്ചു. അവൻ്റെ ആ ചുംബനത്തിൽ അവൾ തളർന്നു പോയിരുന്നു. ശ്വാസം തടസ്സമായി വന്നപ്പോൾ അവൻ അവളുടെ അധരങ്ങളെ സ്വതന്ത്രമാക്കി. "തളർന്നു പെണ്ണേ നീ?" അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൻ്റെ നെഞ്ചിൽ അവൾ മുഖം ഒളിപ്പിച്ചു. പതിയെ അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. എന്നിട്ട് അവളുടെ മാറിടത്തിലേക്ക് മുഖം പൂഴ്ത്തി. "മോളെ അനു, സമയം എത്രയായി നോക്ക്. 7 മണി കഴിഞ്ഞു. സ്കൂളിൽ പോണ്ടേ? എക്സാമല്ലേ ഇന്ന്?" "അയ്യോ, ദാ അമ്മ എണീറ്റു. നല്ലൊരു സ്വപ്നമായിരുന്നു. മൊത്തം കാണാനും പറ്റിയില്ല. എന്നാലും എന്തൊരു സുന്ദരനാണ് എൻ്റെ ചെക്കൻ. അതേപോലെ ഒന്നിനെ കിട്ടുമോ എന്തോ. അയ്യോ, സമയം പോയി. എക്സാമല്ലേ, മാറുന്നു. ഈ ഫസ്റ്റ് നൈറ്റും ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് തോൽക്കും. എൻ്റെ കണ്ണാരക്ഷിക്കണേ." അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ നായിക അനാമിക എന്നാനും. ആൾ +2 പഠിക്കുകയാണ്. നേരത്തെ നടന്ന ആദ്യ രാത്രിയൊക്കെ അനുക്കുട്ടിയുടെ സ്വപ്നമാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ പുന്നാരികള മകൾ. 2 ആങ്ങളമാരുടെ കുറുമ്പിയാണ് അവൾ. അങ്ങനെ അനുവിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. റിസൾട്ടൊക്കെ വന്നു. പഠിക്കാൻ വലിയ മിടുക്കല്ലെങ്കിലും ആൾ പാസ്സായി. സയൻസ് എടുത്തിട്ട് ഞാൻ പാസ്സായല്ലോ ഭഗവാനെ എന്ന സന്തോഷത്തിലാണ് പെണ്ണ്. ഇനി ഏത് കോഴ്സ് എടുക്കുമെന്ന കൺഫ്യൂഷനിലാണ് അവൾ. അങ്ങനെ ഇരിക്കെ അവളുടെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവളുടെ ഡിഗ്രിക്ക് അടുത്തുള്ള കോളേജിൽ ചേർത്തത്. അങ്ങനെ അവധിക്കാലം എല്ലാം കഴിഞ്ഞു. ഇന്നാണ് കോളേജ് തുറക്കുന്ന ദിവസം. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് തൻ്റെ ഇഷ്ടദൈവമായ കൃഷ്ണഭഗവാനെ തൊഴുത് കോളേജിലേക്ക് പോയി. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായ ആവണി ഉണ്ടായിരുന്നു കൂട്ടിന് അവൾക്ക്. കോളേജിൽ ആദ്യ ദിവസമായതിനാൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോൾ അവരൊന്ന് സെറ്റായി. ആവണി, നിത്യ, അനാമിക, രേവതി, വിശാൽ, ആഷിഖ് ഇവരായിരുന്നു ഒരു ഗ്യാങ്. പിന്നെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും സീനിയേഴ്സ് വന്ന് റാഗിങ് കലാപരിപാടികൾ അരങ്ങേറി. അനുവിനും കിട്ടി പണി. വായുവിൽ ദോശ ചുട്ടെടുക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ. എന്തായാലും സീനിയേഴ്സായി അവർ പെട്ടെന്ന് കൂട്ടായി. ടീച്ചേഴ്സ് ആണെങ്കിൽ നല്ല കമ്പനി. അങ്ങനെ കോളേജ് അവൾക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ഡേ ആയതിനാൽ ക്ലാസ് വേഗം കഴിഞ്ഞു. വീട്ടിലെത്തി എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ അവൾ കോളേജ് ലൈഫ് ആസ്വദിച്ച് മുമ്പോട്ട് പോയി. നല്ല രീതിക്ക് പഠിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ അത് സംഭവിച്ചു. തുടരും. ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.